നമ്മൾ പ്രഗ്നൻസിയിൽ കാണുന്ന കുറച്ച് പ്രോബ്ലംസ്, ഫോർ എക്സാമ്പിൾ നോസിയ, വോമിറ്റിംഗ്, സ്ഥിരമായിട്ട് കാണുന്ന ഒരു ഇഷ്യൂ ആണ് അസിഡിറ്റി. ഇതിനൊന്നും വലിയ മരുന്നുകൾ വേണ്ടതല്ല. ഈ സിംറ്റംസ് ഒക്കെ പ്രഗ്നൻസിയിൽ വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ്. കോൺസ്റ്റിപ്പേഷൻ കൂടുതലും സ്ത്രീകൾക്ക് കാണുന്നത് ലാസ്റ്റ് ട്രൈമസ്റ്റർ അടുക്കുമ്പോഴാണ്. ഒന്ന് ഈ അയണിന്റെ മെഡിക്കേഷൻ കാരണമായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ യൂട്രസ് വലുതാവുമ്പോൾ ഇൻഡസ്റ്റൈനിലുള്ള മൂവ്മെന്റ്സിനെ ഹാമ്പർ ചെയ്യുമ്പോഴായിരിക്കും. കോൺസ്റ്റിപ്പേഷന് നമുക്ക് എന്തൊക്കെ ചെയ്യാം? ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, നല്ലോണം വെള്ളം കുടിക്കുക, ഇലവർഗ്ഗങ്ങൾ നന്നായിട്ട് കഴിക്കാൻ ശ്രമിക്കുക. ചിയ സീഡ്സ്, ആശാളി, ഇതും വെള്ളത്തിൽ ചേർത്ത് നമുക്ക് കഴിക്കാവുന്നതാണ്. പൈൽസ് ഈ കോൺസ്റ്റിപ്പേഷന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. പൈൽസ്, ഫിഷർ എന്നിവകൾ ഇത് പ്രഗ്നൻസിയിൽ അബ്ഡോമിനിൽ പ്രഷർ കൂടുമ്പോൾ കാണുന്ന ഒരു കോംപ്ലിക്കേഷൻ ആണ്. അത് യൂഷ്വലി ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോൾ അത് റിസോൾവ് ആവാറുമുണ്ട്. ഇതിൽ ജാത്യാദി തൈല ആപ്ലിക്കേഷൻ വളരെ നല്ലതാണ്. ഈ ടൈമിൽ പൈൽസും ഫിഷറും അവോയ്ഡ് ചെയ്യാനായിട്ടും അതിന്റെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനായിട്ടും. പ്രഗ്നൻസി പീരിയഡിൽ സ്ത്രീകളുടെയും ഒരു വലിയ കൺസേൺ ആണ് സ്ട്രെച്ച് മാർക്സ് വരുന്നത്. ഇത് നമ്മളുടെ സ്കിന്ന് വളരെ പെട്ടെന്ന് സ്ട്രെച്ച് ചെയ്യുമ്പോൾ കൊളാജൻ ഫൈബേഴ്സ് വിടുമ്പോൾ വരുന്ന ഇഷ്യൂ ആണ് ഇത് പ്രഗ്നൻസി കഴിയുമ്പോൾ അത് പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റാൻ പറ്റുന്നതല്ല, പക്ഷെ അതിന് ഫെയ്ഡ് ചെയ്ത് അത് അത്ര അറിയില്ലാത്ത രീതിയിൽ ആക്കാവുന്നതാണ്. ഇത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രഗ്നൻസി പീരിയഡിൽ എന്തൊക്കെ ചെയ്യാം? റെഗുലർ ആയിട്ട് അവിടെ ഓയിൽ മസാജ് ചെയ്യുക, കുളി കഴിഞ്ഞ് കഴിയുമ്പോൾ ക്രീമുകൾ തേക്കുക. ഈ സ്ട്രെച്ച് മാർക്കിൽ തന്നെ ചിലവർക്ക് വേദനയും ബേണിംഗ് സെൻസേഷൻ, അതായത് ഒരു എരിച്ചില് പുകച്ചിലൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് ചന്ദനവും രാമച്ചൊങ്ങനും ചേർത്ത് വെള്ളം തിളപ്പിച്ച് ആ ഏരിയ വാഷ് ചെയ്യാൻ, അല്ലെങ്കിൽ അവിടെ ഒരു തുണി നനച്ചിട്ടാലും പുകച്ചിലിനൊരു കുറവ് വരും.